Organization of craft production. The question is critically examine the various forms of organization of craft production in North India during the 6th and 13th century. Or, in what ways did the organization of craft production in rural areas differ from that in urban centers during the 6th and 13th centuries? The answer is the basic unit of craft production in the countryside was the individual craftsman with his family living amid the agrarian communities, often in the company of the families of other professionals, including other craft specialists. A scatter of reference, epigraphic, and other brings out the widespread disposal of a number of crafts over the countryside. That of potters, the weaver, the ironsmith, the carpenter, the jaggery makers, the oil millers and leather workers, the liquor makers, and so on. Fundamental entity of craft production in rural area was individual craftsman and his family residing with agrarian community. ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാനപരമായും ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്നത് വ്യക്തികേന്ദ്രീകൃതമാണ്. ക്രാഫ്റ്റ്മാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു കാർഷിക പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കാർഷിക സമുദായത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഗ്രാമപ്രദേശം പ്രധാനമായും കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഈ കാർഷിക വൃത്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ക്രാഫ്റ്റ്മാനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് യഥാർത്ഥത്തിൽ ഗ്രാമീണ മേഖലയുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ക്രാഫ്റ്റ്മാൻ തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ പ്രൊഫഷൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് ക്രാഫ്റ്റ് സ്പെഷ്യലിസ്റ്റുകളും ആ സമുദായത്തിലുണ്ടായിരിക്കും. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളെന്ന് പറയുന്നത് പല റഫറൻസസ്, എസ്പെഷ്യലി എപ്പിഗ്രാഫിക് റഫറൻസ് വ്യക്തതയില്ലെങ്കിലും കൺട്രി സൈഡിനെ ബേസ് ചെയ്തിട്ട് ധാരാളം എപ്പിഗ്രാഫിക് റഫറൻസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ കൺട്രി സൈഡിൽ ആരെല്ലാമായിരുന്നു ഈ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത്? പോട്ടേഴ്സും വീവേഴ്സും അയേൺ സ്മിത്തും കാർപ്പൻറ്റേഴ്സും ജാഗറി മേക്കേഴ്സ്, ഓയിൽ മില്ലേഴ്സ്, ലെതർ വർക്കേഴ്സ്, ലിക്കർ മേക്കേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ റൂറൽ ഏരിയയെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നു. Some of these groups were treated as untouchable and suffered from the social segregation living outside the village. അപ്പോൾ ക്രാഫ്റ്റ്മെന്നെ ഈ സർട്ടൈൻ ഗ്രൂപ്പ്സ് among these ക്രാഫ്റ്റ്മെനിൽ ചില വിഭാഗക്കാരെ അൺടച്ചബിളായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നു. ഒരു സാമൂഹികമായ ഡിസ്ക്രിമിനേഷൻ, വിവേചനം നേരിട്ടിരുന്നു. അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ള. They often lived outside of the main village of the town. പ്രധാന പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ഔട്ട്സൈഡിലായിരുന്നു ഇവരെന്ത് ചെയ്യപ്പെട്ടിരുന്നത്, കഴിഞ്ഞിരുന്നത്. The composition such groups however seem to have varied from the region to region. Thus weavers were noticed by Al-Biruni as one such group of untouchable craftsmen who lived at the distance from the main settlement. But in the Jain text, they are listed among the category of professional groups called Narua, that is not untouchable, distinct from the category of Karua groups, that is untouchables one. ബൽബറൂണി ഇത് ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നു? പല പ്രദേശങ്ങൾക്കും പല രീതിയിലുള്ള ക്രാഫ്റ്റ്മാനാണ് ഉണ്ടാവുക, ക്രാഫ്റ്റ്മാൻഷിപ്പാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. പ്രാദേശികമായി ഇതിന് വ്യത്യാസവും ഉണ്ടായിരിക്കും. ഈ ഒരു സാമൂഹികമായ വേർതിരിവ് എന്ന് പറയുന്നതും പ്രാദേശികമായി വ്യത്യാസപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ വീവേഴ്സ് എന്ന് പറയുന്നവർ നെയ്ത്തുകാർ ഇത്തരത്തിൽ അൺടച്ചബിളായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു ക്രാഫ്റ്റ്മാൻ വിഭാഗമായിരുന്നു എന്ന് അൽബറൂണി പറയുന്നുണ്ട്. ഇവർ മെയിൻ സെറ്റിൽമെൻറ്റിൽ നിന്ന് അകന്നാണ് താമസിച്ചിരുന്നത് എന്നും. എന്നാൽ ജൈന ടെക്സ്റ്റുകളിൽ പറയുന്നത് അങ്ങനെയല്ല.
ജൈന ടെക്സ്റ്റുകളിൽ ദേ ആർ ലിസ്റ്റഡ് എമംഗ് ദ കാറ്റഗറി ഓഫ് പ്രൊഫഷണൽ ഗ്രൂപ്പ്സ്. വീവേഴ്സിനെ പ്രൊഫഷണൽ ഗ്രൂപ്പ്സുകളായിട്ടുള്ള നാരുവ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. ഇവർ ഒരിക്കലും അൺടച്ചബിൾ ആയിരുന്നില്ല എന്നാൽ കറുവ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരെന്തായിരുന്നു? അൺടച്ചബിൾ ആയിരുന്നു എന്നും ജൈന ടെക്സ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. So the binary division these professional groups as Naru, Karu has presented down the modern times. Similar contrast in the status of other groups too may be seen in the contemporary sources, with the probable exceptions such as leather workers, who seems to have been regarded the untouchables anywhere. അപ്പോൾ ഇതിനൊരു ബൈനറി സെഷനായിട്ട് പ്രൊഫഷണൽ ഗ്രൂപ്പായിട്ട് നാരു കറു എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതേപോലെ സമകാലിക ലേഖനങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ സമകാലിക ലേഖനങ്ങളിൽ ലെതർ വർക്കേഴ്സിനെയും അൺടച്ചബിളായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് നാരുവ ആൻഡ് കറുവ ഡിവിഷൻ എമംഗ് ദം, ആർട്ടിസൻസ് ജനറലി കണ്ടിന്യൂഡ് ടു ബി നോൺ ജനറലി ആസ് എ കറുവാസ്. അപ്പോൾ അവർ നറുവയാണോ കറുവയാണോ എന്നൊന്നും വേർതിരിവ് നമുക്ക് നോക്കേണ്ടതില്ല. പൊതുവെ ഈ കരകൗശല വിദഗ്ധരെ കറുവാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതായത് അവരാരായിരുന്നു? അൺടച്ചബിൾ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എ ടിപ്പിക്കൽ arrangement between the artisans and the rural clients was worked out, one that came to be known as later judgmany system. അപ്പോൾ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ, റൂറൽ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് ജജ്മാനി എന്ന് പറയുന്നൊരു വ്യവസ്ഥ. എന്തായിരുന്നു? ഓരോ ആർട്ടിസാനും തങ്ങളുടെ ഗ്രാമപ്രദേശത്തെ ഒരു ക്ലയൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നവരായിരിക്കും എന്നുള്ള. The artisan should undertake provide a fixed number of service to the peasant family in return for a fixed share to the peasant harvest. പെസൻ്റ് ഫാമിലിയിൽ ഏതെങ്കിലും പ്രത്യേകമായ ചില ജോലികൾ ചെയ്യാൻ ഇവർ തയ്യാറാവും. അതിന് തിരിച്ചവർക്ക് എന്ത് കിട്ടും? പെസൻസ് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ധാന്യങ്ങൾ ഇവർക്ക് കൂലിയായി ലഭിച്ചിരുന്നു. ഈ ഒരു വ്യവസ്ഥയാണ് ജജ്മാനി എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ചെയ്യുക എന്നല്ല, പ്രത്യേക കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ അവർക്ക് വേണ്ടി സ്ഥിരമായി ആ പ്രവൃത്തി ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു ബാർബറാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി അവർ സ്ഥിരമായി ആ ജോലി ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് അവർക്ക് എന്ത് ലഭിച്ചിരുന്നു? ധാന്യം ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഈ ഒരു പ്രവൃത്തിയാണ്. The artisan would undertake the provide fixed number of service the peasant family in return for the fixed share of peasant's harvest. A document in Lekshapadadi, a work from Western India, attested to the prevalence of these practices with reference 5 Karuas, that mean variant Karua. ഇപ്പോൾ വെസ്റ്റേൺ ഇന്ത്യയിൽ നിന്ന് ലക്ഷപഠിത എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ 5 കറുവാകാസിനെ കുറിച്ച്, 5 വ്യത്യസ്തമായ തൊഴിലുകളെക്കുറിച്ച്, ക്രാഫ്റ്റ്മെനെ കുറിച്ച് പറയുന്നുണ്ട്. In addition, few inscriptions refer agricultural field of the artisans. Example, reference to the carpenter's field in Maitraga Charter. അതിന് പുറമെ ചില തലത്തിൽ എന്ന് പറഞ്ഞാൽ ചില തെളിവുകളിൽ ഇപ്രകാരവും പറയുന്നുണ്ട്. ഇവർക്കൊരു കാർഷിക വൃത്തി പശ്ചാത്തലത്തിൽ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ക്രാഫ്റ്റ്മാൻ ആയിരുന്നു എന്ന് ഫുൾ ടൈം ക്രാഫ്റ്റ്മാൻഷിപ്പിലുള്ള ആളുകളല്ല. ഇവർക്ക് അഗ്രികൾച്ചറും ഉണ്ട് എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഒരു മൈത്രാഗ ചാർട്ടറിൽ കാർപ്പൻറ്റേഴ്സ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കാർപ്പൻട്രി ജോലി ചെയ്തിരുന്നവരാണ്. എന്നാൽ അദ്ദേഹത്തിന് എന്തുണ്ട്? അദ്ദേഹം അഗ്രികൾച്ചറും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കാർപ്പൻറ്റേഴ്സ് ഫീൽഡ് എന്ന് റെഫറൻസ് ചെയ്യാനുള്ള കാരണം. Going by later days practice, it's like that the arrangement also include allotting a small cultivable plot to artisan. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും? ഈ ആർട്ടിസാൻസിന് ഒരു ചെറിയ ലാൻഡ് കൾട്ടിബിളായിട്ട്, അതായത് കൃഷിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള. He would raise the crops, use all its production, keeping nothing all the seeds next to season. അപ്പോൾ അവിടെ തങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യ വിളവുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്തെടുക്കുന്നു. കാരണം
അദ്ദേഹത്തിൻ്റെ ഈ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്ന ആർട്ടിസാൻ വർക്ക് എന്ന് പറയുന്നത് സീസണിലാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള സീഡും അവരവിടെ കരുതുന്നുണ്ട്, വിച്ച് വുഡ് പ്രൊവൈഡ് ഹിസ് പെസൻസ് ക്ലൈൻറ്റ് ഇൻ ദ ഫോം ഓഫ് ടൈനി ഷെയർ ഓഫ് പ്രൊഡ്യൂസിങ് ഫോർ സീഡ് ഓവർ എബവ് ദ ഷെയർ ഓഫ് ഹിസ് കൺസംഷൻ. He would raise crops, use all in its produce, keeping nothing as seeds for the next season. അടുത്ത സീസണിലേക്ക് ഇവർ ചിലപ്പോൾ സീഡുകൾ, വിത്തുകൾ സൂക്ഷിക്കാതെ ഉണ്ടാവുന്ന മുഴുവൻ വിളവും ഈ ഒരു പക്ഷേ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ചേക്കാം. ഇറ്റ് വുഡ് പ്രൊവൈഡ് ദ പെസൻസ് ക്ലൈൻറ്റ് ദ ഫോം ഓഫ് ടൈനി ഷെയർ ഓഫ് പ്രൊഡ്യൂസ് ഫോർ സീഡ്സ്. അപ്പോൾ തൻ്റെ ക്ലയൻ്റായിട്ടുള്ള കർഷകർ കുറച്ച് വിത്ത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഷെയർ എന്നുള്ള രീതിയിൽ കൈമാറാനും സാധ്യതയുണ്ട്. There would have no doubt been variation in the details of this arrangement over time and space, but the plain that it covered neither the entire range of rural craftsmen nor the entire range of the production work of any single artisans. But at the same time reference the field of these artisans. ഈ ആർട്ടിസാൻസ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻറ്റ് പീരിയഡ് വാസ് ഡിഫറെൻറ്റ്. ദ റീജിയൻ, ഓരോ പ്രദേശങ്ങളെയും കാലഘട്ടം അനുസരിച്ചൊക്കെ ഇതിന് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഹവർ എവിഡൻസ് ജജ്മാനി സിസ്റ്റം ഡിഡ് നോട്ട് എൻകംപാസ് ആൾ റൂറൽ ക്രാഫ്റ്റ്മെൻ ഓർ എൻറ്റയർ സ്പെക്ട്രം ഓഫ് പ്രൊഡക്ഷൻ റിപ്പയർ വർ ക്യാരീഡ് ഔട്ട് ഇൻഡിവിജ്വൽ ആർട്ടിസൻസ്. എന്നാൽ ഈ ജജ്മാനി എന്ന് പറയുന്ന ഈ സമ്പ്രദായം എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നില്ല എന്നുള്ള. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് Laksha Padhadi, the working of the system with a reference of 5 Karuagas, only 3 whom were named as blacksmith, carpenters and potters. അപ്പോൾ ലക്ഷ പഠതിയിൽ 5 കറുവാഗാസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും 3 ഏതൊക്കെയാണെന്ന് കൃത്യമായി പേര് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് സ്മിത്തും കാർപ്പൻറ്റേഴ്സും പോട്ടർ മേക്കേഴ്സുമാണ്. ഹവർ ദ അതർ 2 മൈറ്റ് ഹാവ് ബീൻ. ഇനി രണ്ടാമത് വരുന്ന 2 5 3 പറഞ്ഞു. ബാക്കി 2 പേരെന്ന് പറയുന്നത് മേ ബി ദ ബാർബർ ആൻഡ് ദ വാഷർമാൻ. ബാർബേഴ്സോ വാഷർമാനോ ആയിരിക്കാം എന്ന്. അതല്ലാത്തതുകൊണ്ട് ദ വില്ലേജസ് റിക്വയർമെൻറ്റ് ദ പ്രൊഫഷണൽ സർവീസ് സർട്ടൈൻ വെൻറ്റ് ഫാർ ബിയോണ്ട് ദ സർവീസ് ഓഫ് 5 കറുവാഗാസ്. അപ്പോൾ വില്ലേജേഴ്സിന് ഏതെല്ലാം തരത്തിലുള്ള സർവീസാണ് ആവശ്യം, വീവിങ്, ഓയിൽ പ്രസ്സിങ്, ലിക്കർ മേക്കിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിനപ്പുറത്തുള്ള സർവീസുകളാണ്. ഈ 5 സർവീസിന് പുറമേ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. ബ്ലാക്ക് സ്മിത്ത്, കാർപ്പൻറ്റർ, പോട്ടറി മേക്കേഴ്സ്, ലിക്കർ മേക്കേഴ്സ്, ബാർബേഴ്സ്, വാഷർമെൻസ്. ഇങ്ങനെ വാഷർമാൻ, ബാർബർ, കാർപ്പൻറ്റർ, ബ്ലാക്ക് സ്മിത്ത്, പോട്ടർ, ഇതാണ് 5 ജോലികൾ കറുവാഗാസ് എന്ന് പറയുന്നത്. ഇതിന് പുറമേയുള്ള സർവീസാണ് വീവിങ്, ഓയിൽ പ്രസ്സിങ്സ്, ലിക്കർ മേക്കിംഗ് എന്നൊക്കെ. ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത്. At the same time, references to the field of these artisans shows as does that to leather workers as agricultural laborers. The craft work was not the full-time job of these specialists. ഇനി ചില റെഫറൻസുകൾ സൂചിപ്പിക്കുന്നത് ആർട്ടിസാൻസ്, പ്രത്യേകിച്ച് ലെതർ വർക്കേഴ്സ്, അഗ്രികൾച്ചർ ലേബേഴ്സും കൂടിയാണ്. കാരണം ക്രാഫ്റ്റ് വർക്ക് എപ്പോഴും ഫുൾ ടൈം വർക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം ഡിമാൻഡുള്ള ഒരു ജോബല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ അഗ്രികൾച്ചർ ലേബേഴ്സും കൂടി ആവുന്നത്. ഇൻഫാക്ട് ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഡിമാൻഡ് ഓഫ് ദർ സ്കിൽ വാസ് മേജർ റീസൺ വൈ സച്ച് സ്പെഷ്യലിസ്റ്റ് ഫാമിലി ടെൻ ടു സെറ്റിൽ ഡൗൺ ഓൺലി ദ ലാർജർ വില്ലേജ്, why even for they would often to be willing to extend their jajmani ties to the neighboring small settlements. അപ്പോൾ സഫിഷ്യൻറ്റ് ഡിമാൻഡ്, അവരുടെ സ്കില്ലിനുള്ള ഡിമാൻഡ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ പലപ്പോഴും ഫാമിലിയുമായിട്ട് വലിയ വില്ലേജുകൾ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതുപോലെ അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയുമായി നിലനിൽക്കപ്പെടുന്നത്, അഗ്രികൾച്ചർ ലേബറുമായി നിലനിൽക്കപ്പെടുന്നത് എന്നുള്ള. This mix of jajmani and the market context of craft production in the countryside was probably not seriously disturbed by the domination of these villages by the state religious functionaries or institutions.
In the context, coexistence of Jejamani system. വില്ലേജിൽ തന്നെ എന്തുണ്ട്, ജജുമാനി സിസ്റ്റം ഉണ്ട്, മാർക്കറ്റ് ഡൈനാമിക്സ്, ഇവ രണ്ടും ഇടകലർന്നാണ് നിലകൊള്ളുന്നത്. ദ റൂറൽ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ കണ്ടസ് ലൈക്ലി നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഡെസ്റപ്റ്റ്. ഇതൊരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇവർക്കിടയിൽ, ഇങ്ങനെ രണ്ട് വസ്തുതകൾ നിലനിൽക്കുന്നതുകൊണ്ട്. തിയററ്റിക്കലി it generally mean the transfer of the craftsman's obligation toward the state to the duns. On all the important question, what the Dunnies did with their newly won claims in the craftsmen and their family, little direct or otherwise relevant evidence unfortunately has yet to come light. അപ്പോൾ സൈദ്ധാന്തികമായി പറഞ്ഞാൽ എന്താണ്, ടു മീൻ ട്രാൻസ്ഫർ ഓഫ് ദ ക്രാഫ്റ്റ്മാൻ ഒബ്ലിഗേഷൻ ടുവേർഡ് ദ സ്റ്റേറ്റ് ടു ദ ഡൊണീസ്. അപ്പോൾ അവർക്കൊരു കടമയുണ്ട്, ആരോടാണോ അല്ലെങ്കിൽ ആർക്കാണോ അവർക്ക് വേണ്ടി അവരുടെ ഈ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതൊരു കടമ അവർക്ക് ഇവിടെയുണ്ട്. അത് സ്റ്റേറ്റിന് വേണ്ടിയാണോ, റിലീജിയസ് ഫംഗ്ഷന് വേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണോ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. In some religious establishments, however, craft production came to be organized by special measures on a pattern of resembled Jejamani system, but could more comprehensive than usual web of Jejamani ties. ഇനി ചില റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ഒരു ടൈ ഉണ്ട്. അവർ പറയുന്ന സ്പെഷ്യൽ മെഷർമെൻ്റ് അനുസരിച്ച് വേണം ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നടക്കാൻ. ഇത് ജജമാനി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ അതേ ഘടന തന്നെയാണ് ഇതിനും ഉണ്ടായിരുന്നത്. A hint of this seen to the 12th century inscription of Odisha, when a potter was given 2 measures of land, conditions supplying daily basis cooking pots to the temple for religious service. ഒഡീഷയിൽ നിന്ന് 12ാം നൂറ്റാണ്ടിന് ഈ റിലീജിയസ് അലിഗേഷനുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റുമായിട്ടുള്ള ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു പോട്ടർക്ക്, പോട്ടറീസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് 2 മെഷർ ലാൻഡ് ഒരു കണ്ടീഷൻ മുഖേന സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡെയിലി ബേസ് എന്നാൽ കുക്കിംഗ് പോട്ടുകൾ, ടെമ്പിളിലേക്ക് വേണ്ടിയിട്ടുള്ള റിലീജിയസ് സർവീസിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് പോട്ടുകൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ലാൻഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന്. A detailed portrayal of such arrangement in the 10th century for several temples in Sylhet region in Bangladesh is provided by Paschim Bhaga copper plate inscription. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ലഭ്യമായ പശ്ചിം ഭാഗ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിൽ ഇതുപോലെ അമ്പലങ്ങളിലേക്ക് വേണ്ടി, ടെമ്പിൾസിന് വേണ്ടി റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം പോട്ടറി മേക്കേഴ്സിന് ഇത്തരത്തിലുള്ള കരാറുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് 10th സെഞ്ചുറിയിലുള്ള ചില എവിഡൻസ് ലഭ്യമായിട്ടുണ്ട്. In one of these temples, for instance, 2 oil millers, 2 potters, 2 carpenters, 2 masons figure among the dozens of other service providers recipient a substantial plot, each 7.5 acres, apparently leave of their service. അപ്പോൾ ഈ ഒരു കോപ്പർ പ്ലേറ്റിൽ ടെമ്പിളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം വർക്കേഴ്സിൻ്റെ, ക്രാഫ്റ്റ്മാൻ, പ്രത്യേകിച്ചും ഓയിൽ മില്ലേഴ്സ്, പോട്ടേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, മേസൺസ്, അതുപോലെ ധാരാളം സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സ്ഥലം അനുവദിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് ഇൻസ്ക്രിപ്ഷൻ ഈ കോപ്പർ പ്ലേറ്റിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. These services are not specified. The view of substantial holding perhaps means the services were now at the temple disposal. That is to say, craftsmen would meet all the requirements of the establishment. നിലവിൽ ഏത് നിയമമാണോ ഉള്ളത് ആ പ്രദേശത്തെ പ്രാദേശികമായി നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ക്രാഫ്റ്റ്മാൻ്റെ സർവീസുകളെ നിശ്ചയിക്കപ്പെട്ടിരുന്നത്, എന്തെല്ലാം ജോലികൾ ആർക്ക് വേണ്ടി അവർ ചെയ്യണം എന്നുള്ളത്. Distinct from the thin spread of artisans over countryside was their concentration in very degree at certain places. ചില മേഖലകളിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള
ആളുകൾ, അതായത് വളരെ കുറഞ്ഞ വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഈ ഗ്രാമീണ മേഖലയിൽ ചില ഏരിയയിൽ തന്നെ കരകൗശല മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ വളരെ കൂടുതൽ ആളുകൾ ആർട്ടിസാൻസ് ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ലാർജ് ഡിമാൻഡ് ഓഫ് ദെയർ പ്രോഡക്റ്റാണ്. These places would generally be nodal point. That is to say, they would be point of network of settlement where lines of the communication and met, or which is same thing branched line along with the food surplus were mobilized region were interlinked and authority of asserted. അപ്പോൾ വാട്ടർ ഓർ ലാൻഡ് റൂട്ട് ആവട്ടെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ റൂട്ടിൽ അനുസരിച്ച് തന്നെയാണ് ഇവരുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. ഏത് ഭാഗത്ത് കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഡിമാൻഡ് ഉണ്ടോ ആ ഡിമാൻഡ് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, സെറ്റിലായിരുന്നു എന്നുള്ളതാണ്. വൺ ടൈപ്പ് ഓഫ് സച്ച് പ്ലേസ് വാസ് റെക്കഗ്നൈസ്ഡ് കർവാത്ത ഓർ കർവാത്ത അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഇറ്റ്സ് എ കണ്ടംപററി ഡിഫൈൻഡ് എ ലാർജർ ദാൻ ഗ്രാമത്തേക്കാൾ വലുതാണ് കർവാത്ത, എന്നാൽ സ്മാളർ ദാൻ നഗരത്തേക്കാൾ ചെറുതുമാണ്. Another saw it was a village that abounded in artisan agriculturalists. ധാരാളം കരകൗശല വിദഗ്ധരും അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളും ചേർന്നൊരു വലിയ ഗ്രാമമാണിത് എന്ന് പറയപ്പെടുന്നുണ്ട്. So Karwata was then distinguished as the settlement from average village by its greater size. ഒരു സാധാരണ ഗ്രാമത്തേക്കാൾ വളരെ വ്യത്യസ്തമാണ് കർവാത്ത എന്ന് പറയുന്നത്. കാരണം ഇതിൽ സൈസിൽ കുറച്ച് വലുപ്പമുണ്ട് എന്ന് മാത്രമല്ല, ദ പ്രൊമിനൻസ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷനാണ് അവിടെ പ്രാധാന്യം. ബട്ട് വാസ് നോട്ട് നെസസറിലി റെക്കഗ്നൈസ്ഡ് ആസ് എൻ അർബൻ സെൻറ്റർ. എന്നാൽ ഇതൊരു നഗര കേന്ദ്രവുമല്ല. In fact, one of the two definitions shows it could be continued to be recognized as a village only, but as other dimensions shows it could alternately recognized as a market town. അപ്പോൾ ഇതൊരു ഗ്രാമമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സൂചിപ്പിക്കാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു നഗര കേന്ദ്രം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ടൗൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. A place where a regular market hattas were held. Indeed, sense of market town that termed Karwataga and Karwatada occur inscription. അപ്പോൾ റെഗുലർ മാർക്കറ്റുകളെ ഹട്ടാസ് എന്നാണ് അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ടൗൺ എന്ന രീതിയിൽ ഇതിനെ വിളിക്കപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ കർവാത്തക അല്ലെങ്കിൽ കർവാട എന്നാണ് ഇൻസ്ക്രിപ്ഷനുകളിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നത്. ഇൻ അർബൻ എക്കോണമി proper a large conglomerate of the craftsmen would of course be seen. During the 10th century, for instances, in the flourishing town Patana or Siyadhoni, located at Lalitpur Gap that joins North India to Malwa, hence to West and South India, one witnessed the sizable presence of artisans, including potters, liquor makers, weavers, sugar boilers, braziers, oil millers, stone cutters. A well-defined urban economy, more substantial assemble of the craftsmen naturally be observed. നഗര സമ്പദ്ഘടന നമുക്ക് കൃത്യമായി വിവരിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. നഗര സമ്പദ് വ്യവസ്ഥയിൽ തീർച്ചയായും നമുക്ക് സ്വാഭാവികമായും കണ്ടുവരുന്ന ക്രാഫ്റ്റ്മെൻസ് ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇപ്പോൾ 10ാം നൂറ്റാണ്ടിൽ ഡ്യൂറിങ് ദ 10th സെഞ്ച്വറിയിൽ ഫ്ലോറിഷിംഗ് ഓഫ് ദ ടൗൺ സിയാധോനി എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ വളർച്ചയിൽ ലൊക്കേറ്റഡ് ദാറ്റ് ദ ലളിത്പൂർ ഗ്യാപ്പ് ജോയിൻ നോർത്ത് ഇന്ത്യയും മാൾവിയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഒരിടമാണ്, അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഇടം. വൺ വിറ്റ്നസ് സൈസബിൾ പ്രസൻസ് ഓഫ് ആർട്ടിസൻസ്. ഇവിടെ ധാരാളം ആർട്ടിസൻസിനെ കണ്ടുവന്നിരുന്നു എന്നാണ്. അതിൽ പോട്ടേഴ്സും ലിക്കർ മേക്കേഴ്സും വീവേഴ്സും ഷുഗർ ബോയിലേഴ്സും ഓയിൽ മില്ലേഴ്സും സ്റ്റോൺ കട്ടേഴ്സും തുടങ്ങിയ ഒരുപാട് കരകൗശല വിദഗ്ധർ, തൊഴിൽപരമായ വൈദഗ്ധ്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. For instance, in the late 12th century, a Jaina holy site of Sanderaga in Marwar comes to in our view as a place where royal and other beneficiaries were being made, where donated house fetched annual cash income from its rent paying inmate, where there were also
were merchants numerous, important enough to have Gorthi organization of their own. 7 cart makers or Radha makers who were resident of this place also figures as a donors. And this is how we know that this was an important cart building site. അപ്പോൾ ജൈന ഹോളി സൈറ്റുള്ള സന്ദേരേഖ, മർവാറിലെ സന്ദേരേഖ എന്ന് പറയുന്ന പ്ലേസ്, ഇവിടെ വളരെ റോയൽ ആയിട്ടുള്ള അതുപോലുള്ള ബെനിഫിഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഒരു വീട് വസതികളുണ്ട്, ഇവിടെ താമസിക്കാറുണ്ട്, റെൻറ്റഡായിട്ട് താമസിക്കാറുണ്ട്, മേർച്ചൻസൊക്കെ താമസിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ താമസിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ 7 കാർഡ് മേക്കേഴ്സ് അല്ലെങ്കിൽ രഥ മേക്കേഴ്സ് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇവിടെ എന്തുണ്ടായിരുന്നു, കാർട്ട് ബിൽഡിംഗ് സൈറ്റും കൂടിയായിരുന്നു ഇത്. അതായത് രഥങ്ങൾ, കുതിര അല്ലെങ്കിൽ കാളകളൊക്കെ വലിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാർട്ട് ബിൽഡിംഗ് സൈറ്റ് കൂടിയായിരുന്നു ഈ പ്രദേശം എന്നാണ്. ദിസ് ഹോളി ടൗൺ മസ്റ്റ് ഹാവ് ഹാഡ് ആൻ അതർ ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ജൈന ടെക്സ്റ്റിൽ പറയുന്ന പുണ്യനഗരത്തിൽ മറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ക്രാഫ്റ്റിങ്ങും നടന്നിരുന്നു എന്ന് ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവ ഏതെല്ലാമായിരുന്നു എന്ന് പറയപ്പെടുന്നില്ല. അറ്റ് ടൈംസ് urban economy was served the artisans living neighboring village as ancient Varanasi had been. Thus, while Chhattisgarh region during early 13th century, an engraver of the inscription was resident in the town called Padi, that artisans who engraved Amagachi plate of the Pala rulers Mahipala and Vigrahapala lived the village called Poshali. അപ്പോൾ അർബൻ എക്കോണമി ആർട്ടിസാൻസിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ വാരാണസി, പ്രാചീന വാരാണസി അത്തരത്തിലുള്ള ഒന്നാണ്. ഛത്തീസ്ഗഡിൽ 13-ാം നൂറ്റാണ്ടിൽ എൻഗ്രേവേഴ്സ് താമസിക്കപ്പെട്ടിരുന്നു എന്നുള്ള ശില്പവിദ്യകൾ, കൊത്തുപണി ചെയ്യുന്ന ആളുകളൊക്കെ ബൊഫാഡി എന്ന് പറയുന്ന പട്ടണത്തിൽ ഇവർ താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അമഗാച്ചി പ്ലേറ്റ്, പാല റൂളേഴ്സായിട്ടുള്ള മഹിപാലനും വിഗ്രഹപാലനും വേണ്ടി പോഷലി എന്ന് പറയുന്ന വില്ലേജിൽ ഇവർ ഇങ്ങനെയൊരു ഇൻസ്ക്രിപ്ഷൻ കല്ലുകൾ കൊണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് എന്ന്. Probably urban connection of the village is suggested by the identification modern village of Posala and situated vicinity of well-known medieval town Mangalakot. അപ്പോൾ നഗരങ്ങൾക്ക് ഗ്രാമങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് പോസല എന്ന് പറയുന്നത്. പോസലയിലെ മധ്യകാല പട്ടണമായിരുന്നു മംഗൽകോട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോസാലി അല്ലെങ്കിൽ പോസല എന്ന് പറയുന്ന വില്ലേജിൽ നമ്മൾ ഈ പറയുന്ന പാല രാജാക്കന്മാർക്ക് വേണ്ടി എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, ശില്പങ്ങളിൽ അല്ലെങ്കിൽ കൊത്തുപണികൾ ചെയ്ത് കൊത്തിവെച്ചിട്ടുണ്ട് ആശയങ്ങൾ എന്നുള്ള. എ സിമിലർ സിറ്റുവേഷൻ മേ ഹാവ് ബി എക്സിസ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് സെറ്റിൽമെൻറ്റ് ശുഭാങ്കര പതക ഇൻ ആസാം. ദ 2 ഗ്രൂപ്പ്സ് were weavers എന്നാണ്. In this context, these producers outside Jajamani arrangement, temple establishment like that craft guild are mentioned. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ജജമാനി വ്യവസ്ഥതയ്ക്ക് പുറത്ത് ടെമ്പിൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ക്രാഫ്റ്റ്ഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ഗിൽഡുകൾ ഉണ്ടായിരുന്നു എന്നും. ദ മോർ കോമൺ ടേംസ് ദ ഗിൽഡ്സ് വാസ് ശ്രേണി, ഓയിൽ മില്ലേഴ്സ്, ശ്രേണീസ് ഓഫ് ഓയിൽ മില്ലേഴ്സ് ഇൻ ഘോബാഗിരി ഇൻ ഗ്വാളിയ റീജിയൻ. അപ്പോൾ ക്രാഫ്റ്റ് ഗിൽഡുകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ക്രാഫ്റ്റ് ഗിൽഡുകളെ ശ്രേണി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ശ്രേണി എന്ന ഓയിൽ മില്ലേഴ്സിൻ്റെ ഒരു ഗിൽഡ് ഉണ്ടായിരുന്നു ഗ്വാളിയോർ റീജിയനിലെ ഗോപാഗിരിയിൽ എന്ന്. ബട്ട് ദേ വർ ഓൾസോ നോൺ ബൈ അതർ നെയിം സച്ച് ആസ് ദേശി ഓഫ് ലിക്കർ മേക്കേഴ്സ് ഇൻ ഖരിഥാലിയ ഇൻസ്ക്രിപ്ഷൻ ഫ്രം സെൻട്രൽ ഇന്ത്യ. അതുപോലെ ഗിൽഡുകൾ ഒരു വിഭാഗമാണ് ദേശി എന്ന് പറയുന്ന സംഘം. ദേശി എന്ന് പറയുന്ന ലിക്കർ മേക്കേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു എന്നാണ് സെൻട്രൽ ഇന്ത്യയിൽ നിന്നാണ് പരാമർശിക്കുന്നത്. ഗോസ്തിഹി എന്ന് പറയുന്നത് ശില്പികളാണ്, ശില്പിൻസ് ഓഫ് വരാന്ധ്ര റീജിയൻ ഇൻ ബംഗാൾ. When a number of professionals at a place are seen acting together in religious context, liquor makers, stone cutters in സിയാധോനി. ഇപ്പോൾ
റിലീജിയസ് ആയിട്ടുള്ള മതപരമായ വസ്തുതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു. അത് ലിക്കർ മേക്കേഴ്സും സ്റ്റോൺ കട്ടേഴ്സും ഒക്കെ അതിൽ ഉൾപ്പെടും എന്നാണ്. വെൻ ദേ വർ ബീയിങ് ടാക്സ്ഡ് ആസ് എ യൂണിറ്റ്, one may legitimate infer existence of guild-like organization each such groups, even though term as such does not occur in their records. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഗിൽഡുകളെ പോലുള്ള അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട് അവയെ പരാമർശിക്കുന്നില്ല എന്നാണ്. വൈവിധ്യമാർന്ന തൊഴിലുകൾ, അവ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മകൾ, അവരെ സഹായിക്കുന്ന സംഘങ്ങൾ, ഇങ്ങനെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ വെറൈറ്റി ആയിട്ട് നിലകൊള്ളുന്നു. ഇൻസൈറ്റ് ഇൻ ടു ദ നേച്ചർ of this guild can be gained by critically examining to collective evidence provided by legal digest, inscriptions, other sources. അപ്പോൾ നിയമപരമായിട്ടുള്ള അതുപോലെ കൊത്തുപണികളിൽ നിന്ന് അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളിൽ നിന്ന്, കോപ്പർ പ്ലേറ്റുകളിൽ നിന്ന്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഗിൽഡുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നത്. ദീസ് സോഴ്സസ് ഓഫർ വാരിയിങ് പെർസ്പെക്റ്റീവ് ഓൺ ദ ഫങ്ഷൻസ് കോമ്പോസിഷൻ ഓഫ് ദീസ് ഗിൽഡ്സ്. ഈ ഗിൽഡുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന തലത്തിലാണ്. മെമ്പേഴ്സ് ഓഫ് ദ ക്രാഫ്റ്റ് ഗിൽഡ് ടെൻ ടു ബിലോങ് ടു വൺ കാസ്റ്റ്. ഇപ്പോൾ ക്രാഫ്റ്റ് ഗിൽഡിലെ അംഗങ്ങൾ എന്താ ഒരു കാസ്റ്റിലെ അംഗങ്ങളായിരിക്കണം എന്നില്ല. ക്രാഫ്റ്റ് സ്കിൽസ് വേർ ഹാൻഡഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ വിത്തിൻ ഫാമിലി. ഈ കരകൗശലമായ വൈദഗ്ധ്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒരു കുടുംബത്തിനകത്ത് കൈമാറ്റം ചെയ്തു വരേണ്ടതാണ്. മാരേജ് ടൈസ് ബ്രോട്ട് സച്ച് ഫാമിലി ടുഗെദർ ആസ് എ കാസ്റ്റ്. ഈ കാസ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ട് തന്നെയാണ് വിവാഹങ്ങൾ നടക്കപ്പെടേണ്ടത് എന്നുള്ള ഇത്തരത്തിലുള്ള ചില പെർസ്പെക്റ്റീവ്സും ഫങ്ഷണറീസും ലോസും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ദീസ് were varying level of expertise, were master were identified as acharyas to whom other would folks of apprentice. ഇനി ഈ തൊഴിൽ പ്രാഗൽഭനായ ഒരു വ്യക്തി എന്തെന്ന് പറയും? ആചാര്യ എന്ന് വിളിക്കപ്പെടുന്നു. മറ്റുള്ള ആളുകളൊക്കെ ഈ ആചാര്യക്ക് കീഴിൽ ആണ് പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ജോലി പഠിക്കാനൊക്കെ എത്തിയിരുന്നു എന്നാണ്. 4 stages of reaching perfection of craft were recognized and trainees apparently learned at the job while making living out of it. അപ്പോൾ എന്ത് ചെയ്യപ്പെട്ടിരുന്നു? 4 സ്റ്റേജുകളുണ്ടായിരുന്നു പെർഫെക്ഷനിലേക്ക് എത്താൻ എന്നൊക്കെ പറയപ്പെടുന്നു. ട്രെയിനീസ് ജോലി പഠിക്കുന്നതിന് വേണ്ടി ഇവരുടെ കീഴിൽ നിന്നുകൊണ്ട് ജോലി പഠിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു. അപ്രൻറ്റൈസ് എന്നുള്ള തന്നെയായിരുന്നു അത്. The affair of the guild were managed by small groups. It is more influential members. At Gobagiri or Gwalior, Shreni of oil millers had 10 chiefs called Mahatagas, while a Shreni of gardeners have 7 chiefs called Maharas. Thus the number of and the titles of those who look after affair of the guild could vary from guild to guild. Even at one's place, variation even over region would have been even anything even greater. അപ്പോൾ അഫയേഴ്സ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യപ്പെട്ടിരുന്നു. എങ്ങനെ? പല ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത് ഗിൽഡുകൾ. ഗോപാഗിരി അല്ലെങ്കിൽ ഗോളിയാറിൽ ശ്രേണി അല്ലെങ്കിൽ ഓയിൽ മില്ലേഴ്സിന് 10 ചീഫുകൾ ഉണ്ടായിരുന്നു. അവരെ മഹാതഗാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഗാർഡനേഴ്സ് 7 ചീഫുകളായിരുന്നു, അവർ മഹാറാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഈ ഗിൽഡുകൾക്ക് ഒരു ബാങ്കിനെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവുകളുണ്ടായിരുന്നു എന്ന് നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവർ ലോണ്, അതുപോലെ ലെൻഡിങ്, കടം നൽകുക, ഇൻട്രസ്റ്റിന് വേണ്ടി കടം നൽകുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടായിരുന്നു. ഫണ്ടിൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ ഫണ്ട് നൽകി ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊക്കെ ഇതിന് ഗിൽഡുകൾ സഹായിച്ചിരുന്നു എന്ന്. സബ്സ്റ്റൻഷ്യൽ എവിഡൻസ് ഇൻഡിക്കേറ്റിംഗ് കൺസിഡറബിൾ പോർഷൻ ഓഫ് ആർട്ടിസൻസ് ഏർലി മിഡീവൽ ഇന്ത്യ ഓപ്പറേറ്റഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മർച്ചൻസ്. മധ്യകാലഘട്ടത്തിലെ ആർട്ടിസൻസ് അവർ ഏറ്റവും കൂടുതൽ വ്യാപാരികളുടെ സ്വാധീനത്താൽ കഴിയപ്പെട്ടിരുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആർട്ടിസൻസിൻ്റെ ലൈഫിൽ വ്യാപാരികളുടെ സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഹവർ ഇറ്റ്സ് വർത്ത് നോട്ടിംഗ് that this dependence is not apparent from majority of artisans, their collective. എന്നാൽ ഈ ആശ്രയത്വം ഭൂരിഭാഗം ആർട്ടിസൻസിനും ഉണ്ടായിരുന്നില്ല പ്രത്യക്ഷത്തിൽ എന്നാണ്, എന്നാൽ പരോക്ഷമായി ഉണ്ട് താനും. ഇൻ ഹിസ് കമൻട്രി ഓഫ് നാരദ സ്മൃതി ഇൻ ദ 8th century,
Asahaya explained, Shreni is the sense of artisan who were attached to a dependent on the big merchant. അപ്പോൾ നാരദസ്മൃതി എന്ന് പറയുന്ന 8-ാം നൂറ്റാണ്ടിലെ കൃതിയിൽ പറയുന്നത് ശ്രേണി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആർട്ടിസാൻസിനെ അടിസ്ഥാനമാക്കിയാണ്, ഒരു വലിയ മേർച്ചൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആർട്ടിസാൻസിനെ ബന്ധപ്പെടുത്തിയാണ്, അവരെ അടിസ്ഥാനമാക്കിയാണ് ശ്രേണി എന്ന് പറയുന്നത്. ഒരു ബിഗ് മേർച്ചൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണവർ. അറ്റ് ദ എൻഡ് ഓഫ് അവർ പീരിയഡ് ദ ലീഗൽ ട്രീറ്റീസ് ഓഫ് കൃത്യകൽപ്പതാരു കമ്പോസ്ഡ് മിഡ് നോർത്ത് ഇന്ത്യ, ദ ആർട്ടിസൻസ് വർ ക്ലിയർലി സ്റ്റേറ്റഡ് ടു കൺസിസ്റ്റ് ഓഫ് 2 ഗ്രൂപ്പ്സ് എന്നാണ്. അപ്പോൾ കൃത്യകൽപ്പതാരു എന്ന് പറയുന്ന ഒരു ലീഗൽ ട്രീറ്റി ഉണ്ട്, ഒരു നിയമസംഹിതയുണ്ട്. ഈ നിയമസംഹിതയിൽ പറയുന്നത് ആർട്ടിസാൻസ് തന്നെ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വൺ എന്നാണ്, അതായത് ആശ്രിത വിഭാഗം എന്ന് പറയുന്നു. രണ്ടാമത്തത് ഇൻഡിപെൻഡൻറ്റ് വൺ എന്ന് പറയുക അനാശ്രിത വിഭാഗം എന്നാണ്. സോ ആൾസോ സ്പീക്സ് ആർട്ടിസാൻസ് എമംഗ് merchants and matters were further clarified by Hemachandra, called Sreshtidins or merchant financier, as a governors of the forts of 18 guild and sub-guilds എന്നാണ്. ആർട്ടിസാൻസ് എമംഗ് മേർച്ചൻസ് എന്നാണ്. മേർച്ചൻസിൻ്റെ ഇടയിൽ ആർട്ടിസാൻസ് എന്ന് പറയുന്നത് പിന്നീട് ഒന്നുകൂടെ ഹേമചന്ദ്ര അദ്ദേഹം ശ്രേഷ്ഠിദിൻസ് എന്നുള്ള നാമത്തിലൂടെ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ശ്രേഷ്ഠിദിൻസ് എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ് ഫിനാൻഷ്യർ എന്നാണ്, അതായത് ഒരു ഗവർണറെ പോലെ പ്രവർത്തിക്കുന്നത്. 18 ഗിൽഡുകൾക്ക് ഒരു ഗവർണർ എന്നുള്ള രീതിയിൽ, അതിന് താഴെ പിന്നെ സബ് ഗിൽഡുകൾ എന്നുള്ള. ഇറ്റ് ഈസ് ദ പോയിൻറ്റ് ദാറ്റ് സ്റ്റേറ്റ് അഫയേഴ്സ് ഇൻ സീൻ ഫൈൻഡ് എ സ്ട്രൈക്കിംഗ് കൊറാബറേഷൻ ന്യൂമറസ് എപ്പിഗ്രാഫിക് റെഫറൻസ് ടു ദ മെർച്ചൻറ്റ് സെറ്റിൽമെൻറ്റ്സ് called various the grama, nagara, kota of merchants for the late 6th century, early 13th century. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൻ്റെയും ഈ 13-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ പല രേഖകളിലും കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണ് മേർച്ചൻസിൻ്റെ സെറ്റിൽമെൻറ്റുകളെയാണ് നമ്മൾ പ്രധാനമായും ഗ്രാമ, നഗര എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കപ്പെട്ടിരുന്നത്. ഈ മേർച്ചൻസുമായിട്ട് ആർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് ക്രാഫ്റ്റ്മെൻഷന് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ആർട്ടിസാൻസിന് കൃത്യമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗ്രാമങ്ങൾ, നഗരങ്ങൾ, കോട്ട എന്നൊക്കെ വേർതിരിക്കപ്പെട്ടിരുന്നത്. ഇൻ ദ 6th century, ചാർട്ടർ ഓഫ് മൈത്രാക റൂളേഴ്സ് Vishnu Sena from western India, for instance, whole lot of craftsmen is seen to be living among under the authority of merchants, sugar boilers, indigo dyers, liquor makers, braziers, oil press makers, producers of vinegar, bitter wine, tailors, weavers, shoemakers, blacksmith, swayers, potters. ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ പ്രവൃത്തി ക്രാഫ്റ്റിംഗ് ചെയ്ത് ജീവിക്കുന്ന ഇവരെല്ലാം തന്നെ മേർച്ചൻസിൻ്റെ അതോറിറ്റി കീഴിൽ വരുന്നവരാണ് എന്ന് മൈത്രാക റൂളറായിരുന്ന വിഷ്ണു സേനൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ചാർട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമസംഹിതയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദ മെൻഷൻ ഓഫ് ദ മെർച്ചൻറ്റ് ചീഫ് exerting control over labor from groups such as blacksmith, swayer, barber, potter and like provide a distinct illustration subordinate status of the certain artisan groups. അപ്പോൾ മെർച്ചൻസ് ചീഫായിരുന്നു ചില ലേബേഴ്സിനെ, ഗ്രൂപ്പുകളെ കൺട്രോൾ ചെയ്തിരുന്നത്. ആ ലേബേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത്, സ്വെയർ, ബാർബർ, പോട്ടർ ഈ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ആളുകളെയൊക്കെ ഇവരാണ് മെർച്ചൻസ് ചീഫുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നും ഈ ചാർട്ടറിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് അനുസരിച്ച് ആർട്ടിസാൻസ് ഗ്രൂപ്പിനെ സബോർഡിനേറ്റീവ് ആക്കിയിട്ട് മാറ്റി വിഭാഗങ്ങളായി വേർതിരിച്ച് ഇവരെ നിയന്ത്രിച്ചിരുന്നു എന്നും ഈ ചാർട്ടറുകളിൽ പരാമർശിക്കുന്നു.